ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ്. വേറെ എങ്ങോട്ടുമല്ല, അരീക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് തിരുവാങ്കുളത്തുള്ള എൻ്റെ ഒരു ചേട്ടനെ കാണാൻ കയറിയേക്കുവാണ്. ആളിവിടെ ഫ്രൂട്ട്സ് കച്ചവടമാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നം, നല്ല സ്നേഹമുള്ള ആളാണ്. അത് നിങ്ങൾക്ക് വരുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോൾ മനസ്സിലാകും. ഇതാണ് ആളുടെ പേര് രഞ്ജിത്ത് എന്നാണ്. പിന്നെ കൂടെ ഒരു ചേട്ടനും കൂടിയുണ്ട്, അഭിലാഷ് എന്നാണ് പേര്. എനിക്ക് കുറേ ഫ്രൂട്ട്സ് ഒക്കെ തന്നു വിട്ടോ. പോകുന്ന വഴിക്ക് നല്ലൊരു സുന്ദരമായ സ്ഥലം കണ്ടപ്പോൾ വണ്ടി നിർത്തി. ഇതാണ് ആ സ്ഥലം. നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് അരീക്കൽ വെള്ളച്ചാട്ടം. എറണാകുളത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തുള്ള എല്ലാവരും എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ ഇത്രയും അടുത്ത് കിടന്നിട്ട് കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോകില്ലേ. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് യാത്രകളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പരിചയപ്പെടുത്താനും, പിന്നെ യാത്രകൾ പോകാൻ പറ്റാത്തവരുണ്ട്, അവർക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ട്രാവലിംഗ് വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. ഞാൻ ഇതിനു മുമ്പ് ഒരു 2-3 പ്രാവശ്യമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് കുറവായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം മഴയായതുകൊണ്ടിട്ട് നല്ല സൂപ്പർ ഒഴുക്കാണ്. സത്യം പറഞ്ഞാൽ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഒരു രക്ഷയില്ല. പണ്ട് ഞങ്ങൾ വന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് ഇട്ടേക്കാം കേട്ടോ. എൻ്റെ പേര് ജുവൽ. ഞാനും എൻ്റെ ഹസ്ബൻഡ് സഞ്ജുവും പിന്നെ സഞ്ജുവിൻ്റെ ഒരു ഫ്രണ്ട് ടിൻറ്റുവും കൂടിയിട്ടാണ് ഈ ട്രിപ്പ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോ ആയതുകൊണ്ടിട്ട് ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ട്. എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് അടുത്ത വീഡിയോയിലെല്ലാം പരിഹരിക്കാം.
നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടണമെന്ന് നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസ് ഇടാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.